അടുത്തൊരു കഥ പറയാം. BSSLRൻ്റെ നീല സൈക്കിൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പരുത്തപ്പാറ സ്കൂളിൻ്റെ അവിടെ വിളക്ക് വെക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം അതിൻ്റെ അപ്പുറത്തെ സൈഡിലെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ കുന്നിലോട്ട് പോകുന്ന റോഡാണ്. ആ റോഡെന്ന് പറഞ്ഞാൽ പണിഞ്ഞ സമയമായിരുന്നു, ടാറിട്ട സമയമായിരുന്നു. ആ സമയത്ത് പറഞ്ഞാൽ ഇങ്ങനെ സ്ലോപ്പ് പോലെ ആ റോഡ് പോകുന്നത്. അപ്പം നമ്മൾ സൈക്കിളൊക്കെ ഓടിക്കാൻ സ്മൂത്താണ്. അപ്പം ഞാനാണെങ്കിൽ ചവിട്ടി കയറി അതുവഴി പോയി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ 3 ലാപ്പ് 5 ലാപ്പ് 6 ലാപ്പൊക്കെ അങ്ങ് എടുക്കും. ഒരു സുഖമായിരുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ട് വന്ന സമയത്ത് പുതിയ സൈക്കിളാണേ. പുതിയ സൈക്കിളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യാറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു ലാപ്പൊക്കെ അടിക്കുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പം ഞാൻ വൈകുന്നേരം ഒരു 5:45 6 മണി ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നപ്പം ഒരു പുള്ളിക്കാരി ഭയങ്കര വലിയ വിറകൊക്കെ ആയിട്ട് ഒരു അമ്മച്ചിയാണ്, പാടും അമ്മച്ചി ഭയങ്കര വലിയ വിറകൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മോനെ, ഈ സമയത്ത് എന്താ ഇത് വഴി സൈക്കിൾ ഓടിക്കുന്നേ, വീട്ടിൽ പോകാറായില്ലേ എന്നിങ്ങനെ പറഞ്ഞു. ശരി അമ്മച്ചി, ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് 1 2 ചവിട്ടിയിട്ട് അങ്ങോട്ട് പുറകോട്ട്, വേറെ വീടില്ല, കാര്യങ്ങളില്ല, ഫുള്ള് റബ്ബർ തോട്ടമാണ്. അവിടെ വൈകുന്നേരം അവിടെ പരുത്തപ്പാറ സ്കൂളിൻ്റെ അവിടെ ചെറിയൊരു കാവുണ്ട്. ആ കാവിൻ്റെ അവിടെ വിളക്ക് വെക്കുന്ന ആ ഒരു വിളക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പ്രകാശം, രശ്മി, അത് മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കാണുന്നില്ല. ഞാനാകെ ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നെ, ആ ഒരു കാര്യം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ അടുത്തുള്ള കടക്കാരോടെല്ലാം പറഞ്ഞു. വർഷങ്ങൾ മാറി, നഴ്സിംഗ് പഠിക്കുന്ന സമയമായി. ആ സമയത്ത് ഞാനും റിഷാദും റഹീമും എൻ്റെ കൂട്ടുകാരായിരുന്നു. അതിൽ റിഷാദ് ഞാനിവിടെ അവിടെ ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 6:30 സമയമാണേ. അപ്പോൾ അവിടെയുള്ളവർ മാത്രമേ ഉള്ളൂ ആ ഭാഗത്ത് ആ സമയത്തൊക്കെ പോകുന്നത്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അതുവഴി എടുക്കാറൊന്നുമില്ല. റിഷാദ് എന്നോട് ചോദിച്ചിടോ, നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു യക്ഷി വന്നു, നീ എന്നെ ചെയ്യും? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുരിശ് കിടപ്പുണ്ട്, ഞാൻ കുരിശ് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇവ അന്നേരം പറഞ്ഞു, പിന്നെ യക്ഷി, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ യക്ഷിയെ പോലെ കടിച്ച് കീറി കൊല്ലുമെന്ന് പറഞ്ഞു റിഷാദ്. പിന്നെ ദൈവമേ, അപ്പോൾ അറിഞ്ഞു തീർന്നില്ല. അന്ന് എൻ്റെ കയ്യിലിരുന്നത് ഹോണ്ട ആക്റ്റീവ, പുത്തൻ വണ്ടി ആയതുകൊണ്ടും വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ടും, പുതിയ വണ്ടിയല്ലേ, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ആകെ 4 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. വണ്ടി ആ സമയത്ത് സ്റ്റാർട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അറ്റാക്ക് വന്നില്ല. പക്ഷേ അവന് പൊങ്ങമ്പനി പിടിച്ച് 3 ദിവസം കിടപ്പിലായി. ആ സമയത്ത് ഇത് പറഞ്ഞങ്ങോട്ട് തീർന്നില്ല. എൻ്റെ അപ്പുറത്ത് ഏതാണ്ട് കത്തുന്ന മണവും കത്തുന്ന പോലെ അഗ്നിജാലകളും, പിന്നെന്താ പറയുക, ഈ റബ്ബറിലൂടെ പൊട്ടിത്തെറിച്ച് ഭയങ്കര കാറ്റടിച്ച് പൊട്ടിത്തെറിക്ക് കെട്ടക്കെട്ടാന്ന് അങ്ങനൊരു സൗണ്ടും. എൻ്റെ പൊന്നെ, ഇപ്പോഴും ഓർക്കാൻ വയ്യ കേട്ടോ. ഇപ്പോഴും ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസാണ് അടിക്കുന്നത്. അന്ന് വണ്ടി സ്റ്റാർട്ടായില്ലായിരുന്നുണ്ടെങ്കിൽ RIP ആയനെ. പക്ഷെ അവൻ 3 ദിവസം പൊങ്ങമ്പനി അടിച്ചടിഞ്ഞ് കിടക്കുന്നത്. അത് ഇരട്ടയിൽ ഒന്നാണ് അവൻ്റെ ട്വിൻസാണ്, ട്വിൻസിൽ ഒരാളാണ് അവൻ. അപ്പം റിഷാദ് റഹീമിൻ്റെ കാര്യം ഇപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഹൊറർ സിനിമ കണ്ടാൽ പോലും ഞാൻ പേടിക്കുന്നില്ല. ചിലപ്പോൾ ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്, പേടി അങ്ങ് പോയി കാണുമായിരിക്കും അല്ലേ.